നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ കെ വി രാജശേഖരൻ, എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമായ ശ്രീ കെ വി രാജശേഖരൻ ജി നമ്മളോടൊപ്പം ഉണ്ട്. പോസ്റ്റ് CJP പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി ദില്ലിയിലെ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. ആ സമരത്തിലും ആ സമരത്തിൻ്റെ മറ്റ് കാര്യങ്ങൾക്കും വേറെ വിവിധ തലങ്ങളുണ്ട്, അത് മറ്റൊരു വിഷയം. പക്ഷേ ആ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു, സമരം പിൻവലിക്കപ്പെടുന്നു. പക്ഷേ ഈ സമരത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റമുണ്ടാക്കുന്ന ഒന്നായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമായും BJPയുടെ തകർച്ചയുടെ തുടക്കമായും ഒക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയക്കാരുമൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നമ്മളുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. എ വിക്ടറി ദാറ്റ് മസ്റ്റ് ബിക്കം ട്രാൻസ്ഫോർമേഷൻ. ഒരു വലിയ വിപ്ലവമായി, അതായത് ഒരു വലിയ മാറ്റമാകേണ്ട ഒരു വിജയം എന്നൊക്കെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ ഇന്ന് കപിൽ സിബലാണ് മറ്റൊരു വശം ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ആഘോഷമാക്കുന്ന, ഒരു രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ആഘോഷമാക്കുന്ന ഒരു വിഷയമായിട്ട് CJPയുടെ ഈ പ്രൊട്ടസ്റ്റും ആ പ്രൊട്ടസ്റ്റിൻ്റെ വിജയവും മാറിയിട്ടുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, വരും വരാഴികകളെക്കുറിച്ച്, ഇത് സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, ഈ വിഷയങ്ങളാണ് രാജശേഖരൻ ജിയുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ആമുഖത്തിൽ തന്നെ ഏതാണ്ട് ചോദ്യങ്ങൾ എല്ലാം ഉണ്ട്. അങ്ങയുടെ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ. പറഞ്ഞു കൊടുക്കുമ്പോൾ ആദ്യം പറയേണ്ടത് അങ്ങയുടെ ഒരു വാചകം, ന്യായമായ ഒരു ആവശ്യത്തിനുള്ള സമരം എന്ന് പറഞ്ഞു. കുറെ ആവശ്യങ്ങളുടെ കൂട്ടത്തിൽ ന്യായമായ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കാം. ആർക്കും അതിനെ എതിർക്കാനും പറ്റില്ല. സമരപന്തലിൽ നിന്നും സമര സാഹചര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യങ്ങൾ പറയുന്നത്, ഒന്ന്, ആർട്ടിക്കിൾ 370 റദ്ദാക്കുക. അതെ അതെ, അത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ട് ഒരു ബന്ധമില്ല. ഇതുപോലെ അതുപോലെ കുറെ ആവശ്യങ്ങളുണ്ടായിരുന്നു. രാമന്റെ സീതയുടെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ വന്നിരുന്നു. അതെ അതെ, അല്ല അതൊന്നും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അവിടെ ഉയർന്ന പല ആവശ്യങ്ങളിൽ ഒരു ആവശ്യമാണ് ഈ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിവരം അത് ഒരു കാരണം മാത്രമായിരുന്നു, സൂചിപ്പിക്കാനുള്ള കാരണം മാത്രം. പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന മറ്റു കാര്യങ്ങളായിരുന്നു. അത് ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് തന്നെ പറഞ്ഞതുപോലെ കപിൽ സിബലിൻ്റെ ആർട്ടിക്കിൾ വന്നു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അതിന് മുമ്പ് പിണറായി വിജയൻ്റെത് വന്നു. അതിനു മുമ്പ് സോണിയാഗാന്ധിയുടേത് വന്നായിരുന്നു. അപ്പൊ നമ്മുടെ മീഡിയ പോലും 3 പേരുടെ ആ പക്ഷത്തുള്ളവരുടെ കൊടുത്തു കഴിഞ്ഞപ്പം, അതായത് ഹിന്ദുവിരുദ്ധ വർഗീയതയോടും ദേശവിരുദ്ധ രാഷ്ട്രീയത്തോടും ചേർന്ന് നിൽക്കുന്ന 3 പേരുടേതും കൊടുത്തു കഴിഞ്ഞിട്ടും മറുപക്ഷത്തൊന്നും ആരുടെയും കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറായിട്ടില്ല. അത് കൃത്യമായിട്ട് മാധ്യമ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതും അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു ഭാഗത്തേക്ക്, അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അങ്ങയുടെ സംസാരത്തിൽ നിന്ന് ഉയർന്ന ചോദ്യവും പ്രധാനമായും ഉയരുന്നത് ഇനി അങ്ങോട്ടെന്നുള്ളതിലേക്കാണ്, അല്ലേ? ശരി, തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റ് അത് നടക്കുമ്പോൾ ആദ്യത്തെ ഓവർ വരുമ്പോഴേ ആദ്യത്തെ ബോൾ ഫേസ് ചെയ്യാൻ നിൽക്കുന്ന ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ, അതെ, അദ്ദേഹം തൻ്റെ ആദ്യത്തെ ബോളിലോ, ആദ്യം താൻ ഫേസ് ചെയ്യുന്ന ബോളിലോ, ആദ്യം താൻ ഫേസ് ചെയ്യുന്ന ഓവറിലോ തൻ്റെ മുഴുവൻ പ്രാഗൽഭ്യം എടുത്തു കാണിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അത് ഇരുത്തം വന്നവർ പലതരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യും. ശത്രുവിനെ ഡിമോറലൈസ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ചെന്നും വരാം, ഫസ്റ്റ് ബോൾ ഡിഫെൻസീവായിട്ട് പ്ലേ ചെയ്തെന്നും വരാം. പക്ഷെ 20 ഓവറിന്റെ ലിമിറ്റഡ് ഓവർ കളി കളിക്കുമ്പം ആ ഓപ്പണിംഗ് ബാറ്റ്സ്മാന് തന്നെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ തൊട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭാരതം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്
അവർ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്ന 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് മോദി സർക്കാരിനെ എന്നല്ല ഞാൻ പറയുന്നത്, ഭാരതത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം വരുത്താൻ വേണ്ടി ഭാരത വിരുദ്ധ ശക്തികൾ അകത്തും പുറത്തുമുള്ളവർ, അതിൻ്റെ തെളിവൊന്നും ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, കഴിഞ്ഞാണ്. ആ പരിശ്രമത്തിന് ഒരു നിർണായക ഘട്ടത്തിൽ അതിനെ തടഞ്ഞു നിർത്താനും ഒരു പക്ഷേ പ്രഥമ ദൃഷ്ടിയാ കാണുന്ന നേട്ടം പാറ്റക്കൂട്ടർ കാണുന്നു പറഞ്ഞാൽ പോലും അത് ആത്യന്തികമായിട്ട് കൊണ്ടെത്തിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കൂടുതൽ ശക്തിയോടുകൂടി നരേന്ദ്രമോദിയുടെയും ഭാരതീയ ദേശീയതയുടെയും പക്ഷം കൂടുതൽ ശക്തിയോട് മുന്നോട്ട് പോകുന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ വിലയിരുത്തലാണ്. അത് തന്നെയാണ് ഇന്നത്തെ മംഗൾ മിലൻ. ഇന്ന് പ്രധാനമന്ത്രി കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ മംഗൾ മിലൻ എന്ന് പറയുന്നതിനകത്തൊരു വാക്കിന് തന്നെ പ്രാധാന്യമുണ്ട്. ചൊവ്വാഴ്ച ഹിന്ദിക്കാർ പറഞ്ഞ മംഗൾ വാർ ഹനുമാൻ സ്വാമിയുടെ ആഞ്ജനേയന്റെ ഓർമ്മ, ആഞ്ജനേയന്റെ ഭക്തി ഉയർത്തുന്ന ദിവസമാണ്. ആഞ്ജനേയൻ സ്വന്തം കരുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ ലങ്ക കടന്ന സന്ദർഭമുണ്ടല്ലോ, അതെ, ആ സന്ദർഭത്തിലേക്ക് ഭാരതത്തിന്റെ കുതിച്ചു ചാട്ടത്തിന്റെ ഘട്ടം എത്തുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ രാജശേഖരൻജി, ഞാൻ സംസാരിക്കുന്ന പല ആൾക്കാർ, അതായത് മോദി സർക്കാരിൻ്റെ വലിയ സപ്പോർട്ടേഴ്സായിട്ടുള്ള പൊതുജനങ്ങൾ, സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരല്ല, അവർക്ക് പോലും പക്ഷേ ഒരു അല്പം നിരാശയും അല്പം വിഷമവും, ഇത് സർക്കാർ, അതായത് 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഭരിക്കുന്ന സർക്കാർ 10,000 or 20,000 വിദ്യാർത്ഥികൾ വന്ന്, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ, ഞാൻ തുടക്കത്തിൽ അത് ക്ലാരിഫൈ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞത് ന്യായമായ ആവശ്യങ്ങളെന്ന് പറയുന്നത് നീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനപ്പുറത്തോട്ടുള്ള ഒരു കാര്യവും എനിക്ക് തോന്നുന്നത് CJPയുടെ ആൾക്കാരും അത് ഡിസോൺ ചെയ്തിട്ടുണ്ട്, അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ആവശ്യങ്ങളുടെ മുമ്പിൽ പോലും ഇങ്ങനെ ഇത്രയും ഡിലേ വന്നിട്ട് 10-30 ദിവസം കഴിഞ്ഞിട്ട് സമരം രൂക്ഷമായപ്പോൾ അതിനെ ഇവർ കൈകാര്യം ചെയ്ത രീതി, അവസാനം ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയത് ഒരു നിരാശ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും തെറ്റാന്ന് പറയാൻ പറ്റില്ല. ആ നിരാശയെ ബാധിച്ചൊരു വ്യക്തിയാണ് ഞാനും. ഇതിൽ കൂടെ ഒന്നുകൂടെ കൂടുതൽ മസ്കുലൈനായിട്ടുള്ള ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള തെറ്റായ ഒരു മൂവ്മെന്റിനെ പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള, കാരണം നമ്മൾ മനസ്സിലാക്കണം, ജന്തർ മന്ദറിന്റെ പരിസരത്ത് കണ്ട അശ്ലീല കാഴ്ചകൾ, സമരത്തിന്റെ പേരിലുള്ള അശ്ലീല കാഴ്ചകൾ, അക്രമ പ്രവർത്തനങ്ങൾ, ഇതിനെയൊക്കെ നിരോധിക്കാൻ വേണ്ടി അത് തന്നെയാണ് ഇതിനകത്തെ വിഷയം. അതായത് നീറ്റ് പരീക്ഷയുടെ പേരിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ന്യായമായ ആവശ്യങ്ങളാണത്. കാരണം കുറേ കുഞ്ഞുങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടതാണ്. നീറ്റ് പരീക്ഷയിൽ സിസ്റ്റത്തിന് ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതല്ല അവിടുത്തെ സമരത്തിൽ നടന്ന സമര ആഭാസങ്ങൾ, അധമ പ്രവർത്തികൾ. പ്രധാനമന്ത്രിയെ പോലെ ആ പൊസിഷനിലിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയെ മാത്രമല്ല, 24/7 രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വയോധികനായ ഒരു മനുഷ്യനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളും വിശേഷണങ്ങളും കൊണ്ട് ഈ പറയുന്ന കൊച്ചു പിള്ളേരാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത്. അപ്പോൾ ഈ സമരം ഇങ്ങനെ ഒരു നേരിടലായിരുന്നോ ഇത് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അങ്ങനെ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് പ്രധാനമന്ത്രിയും ഭാരത സർക്കാരും പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത ചില മേഖലകളുണ്ടല്ലോ അടുത്ത കാലത്ത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് മാർക്സിസ്റ്റ് തീവ്രവാദം, നക്സലൈറ്റുകളുടെ. രണ്ടാമത് എന്നുമുള്ളൊരു മേഖലയാണ് ഇസ്ലാമിക തീവ്രവാദം. മൂന്നാമത് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മേഖലയാണ് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടു കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തന ശ്രമങ്ങളും അതിൻ്റെ പേരിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ശ്രമങ്ങളും. ഈ 3 കാര്യത്തിലും കൃത്യമായ പ്രതികരണവും മറുപടിയും പ്രതിരോധവും സർക്കാർ തീർത്തൊരു സാഹചര്യത്തിലാണ് ഈ സംഗതി വന്നതെന്നുള്ള കാര്യം വ്യക്തമായി നോട്ട് ചെയ്യണം. വളരെ കൃത്യമായ ഒരു പോയിന്റാണ്. ഇതിനകത്ത് തന്നെയാണ് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നടന്ന മര്യാദയില്ലാത്ത, അശ്ലീലമെന്ന് തന്നെ പറയാം, അശ്ലീലമായ സമര പരിപാടികളുടെ അത് നൽകുന്ന സൂചന തന്നെ അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക പശ്ചാത്തലമാണ്. ആ കൂട്ടത്തിൽ ഞാൻ ശരിക്കും പശ്ചിമ യൂറോപ്യൻ സംസ്കാരത്തെ ചേർക്കുകയില്ല, അവരങ്ങനെ ചെയ്യാറില്ല.
ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അവിടെ നമ്മൾ ഞാനത് വേഗം പറഞ്ഞു വരാം. അവിടെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും കാണുന്ന എതിരാളികളെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുക. അത് കേരളത്തിൽ പോലും, ഈവൻ കരുണാകരനെ കുറിച്ചൊക്കെ പോലും അതെ അതെ എത്ര മോശമായിട്ട് അവർ സംസാരിക്കുക, നീചമായിട്ടാണ് എന്ന് പറഞ്ഞ പോലെ മോശമായി സംസാരിക്കുന്നതിനുള്ള പ്രചോദനം കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കുക. സ്വന്തം അച്ഛനെയോ അമ്മയോ പറയുകയില്ലാത്ത ഭാഷയിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് പറയുന്നതിനുള്ള ഒരു പ്രചോദനമൊന്നല്ല, പ്രകോപനം അണികൾക്ക് കൊടുക്കുക. ഈ പറഞ്ഞ കുട്ടികൾ ഇത് പറഞ്ഞ സംഗതി അവരുടെ വീട്ടിൽ പോലും ആ വീഡിയോ ചെല്ലാവുന്നുണ്ടെങ്കിൽ ചെവിക്കലിന് അടി കൊടുത്തില്ലെങ്കിൽ ആ തന്തയും തള്ളയും ആ പേരിന് യോഗ്യരല്ലെന്ന് പറയണം. ഞാനീ പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, മാർക്സിസ്റ്റ് തീവ്രവാദത്തെ പിടിച്ചു നിർത്തിയ സർക്കാർ, നക്സലിസത്തിന്റെ ശരിക്കും പറഞ്ഞ അന്ത്യം വരെ എത്തിച്ച സർക്കാർ, അതുപോലെ മറ്റു കാര്യങ്ങളിലും അവിടെ എല്ലാം നശിച്ചു പോയവൻ്റെ അവസാന ഘട്ടത്തിലെ ചില ബഹളങ്ങൾ, ചാകാൻ തുടങ്ങുന്ന ആൾ കയ്യും കാലും ഇട്ട് അടിക്കുന്ന കൂട്ടത്തിൽ അടുത്തിരിക്കുന്ന ഗ്ലാസ് എടുത്ത് നമ്മുടെ മുഖത്തെറിഞ്ഞു കഴിഞ്ഞാൽ ആ മുഖത്തെറിഞ്ഞ ഗ്ലാസ് കൊള്ളാതെ മാറും നമ്മൾ. അല്ല നമ്മൾ ഗ്ലാസ് പിടിച്ച് അവന് തലക്കടിക്കുകയില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങ് പറഞ്ഞ നിരാശ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് കിട്ടാതെ നടക്കാതെ പോയതിൻ്റെ ദുഃഖം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായും ഇത് ഒരു ടാക്ടിക്കൽ വിഡ്രോവലാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇതിനോട് ചേർത്ത് എനിക്കൊരു പറയാനുള്ളത്, അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ അധിക്ഷേപവും അത്തരത്തിലുള്ള അസഭ്യ പ്രകടനങ്ങളും അനാവശ്യ പ്രകടനങ്ങളും ഒക്കെ അർബൻ നക്സലൈറ്റ് ജിഹാദി നെക്സസിൻ്റെ ആണെന്ന് പറഞ്ഞു. ആ പറഞ്ഞാൽ വളരെ ശരിയാണ്, നമ്മൾ കണ്ടതുമാണ്. പക്ഷേ അതിനോടൊപ്പം പശ്ചിമ വെസ്റ്റേൺ ലോബിയെ അവരെ ഇതിനോട് കൂട്ടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനോടൊരു ചെറിയ വിയോജിപ്പുള്ളത്, അവിടെ കണ്ട മറ്റൊരു അശ്ലീല കാഴ്ച എന്ന് പറയുന്നത് കുറേ പറയുന്ന പ്രീസ്റ്റുമാർ, അതായത് ക്രിസ്ത്യൻ പാതിരിമാരുടെ ഒരു സംഘം വലിയ നിരനിരയായിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ അവിടെ എത്തിയതാണ്. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തു നോക്കുമ്പോൾ തന്നെ പല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അവിടെ ഈ ക്രിസ്ത്യൻ പാതിരിമാർ രാത്രിയിലെത്തി ഈ കുട്ടികൾക്ക് ഈ പറയുന്ന പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്തായാലും നീറ്റ് വിഷയത്തിലുള്ള പിന്തുണയല്ല, അത് ഈ മോദി സർക്കാരിനോടും FCRIയുടെ പേരിൽ അവർ അനുഭവിക്കുന്ന ഈ വലിയ പ്രഷറിൻ്റെയോ ഒരു ബഹിസ്ഫുരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് അതിനെ എതിർക്കാൻ പറ്റും? ഞാൻ പൂർണ്ണമായിട്ട് സമ്മതിക്കും. അക്കാര്യം ഞാൻ പൂർണ്ണമായും സമ്മതിക്കും. ഞാൻ പറഞ്ഞത് ഈ ഫ്രീ സെക്സ് പോലുള്ള കാര്യങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ആളെ കൂട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലി, അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള MN റോയും മറ്റുമൊക്കെ ഈ വിദേശ ചെന്ന കാലത്ത് പോലും അവിടെ കമ്മ്യൂണിസവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ശൈലി അതായിരുന്നു. ഫ്രീ ലൈഫ്, ഫ്രീ സെക്സ് ഒക്കെ ഓഫർ ചെയ്തിട്ട് അത് വേറൊരു തരത്തില് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്നുണ്ട്. അവര് ക്യാപ്റ്റീവായിട്ട് പിടിച്ചെടുക്കുന്ന ലവ് ജിഹാദിലും മറ്റും കൂടുതൽ ക്യാപ്റ്റീവായിട്ട് പിടിച്ചെടുക്കുന്ന കാഫിർ സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെയും യുവതികളെയും വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നതിന് അനുവാദം കൊടുക്കുന്ന അവർക്കും ഉണ്ട്. ഈ രണ്ട് കാര്യത്തിനകത്ത് വെസ്റ്റേൺ കൾച്ചർ അത്ര വന്നിട്ടില്ല. പക്ഷെ അത് പ്രകടമായ വേറൊരു സന്ദർഭമുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിൽ കിടക്കാം. ഈ സമര വിജയം ആഘോഷിച്ചത് എങ്ങനെ? പഞ്ചനക്ഷത്ര ഹോട്ടലിലെ പാർട്ടി, പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ആടിയും പാടിയും ആർത്തുല്ലസിച്ചും എല്ലാ തരത്തിലും മോദിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. അസ്വീകാര്യമായ ചേഷ്ടകൾ മോദിയെ കളിയാക്കുന്നത് പോലെ ഞാൻ സമ്മതിക്കാം, പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു കാര്യം സംസ്കാരമുള്ള ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ പറ്റില്ല. 20 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ. ആത്മഹത്യ ചെയ്ത ആ കുട്ടികളുടെ ഫോട്ടോയും പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ അഴിഞ്ഞാടൽ നടത്തിയത്. അത് പ്രകടിപ്പിക്കുന്നത് പശ്ചിമ സംസ്കാരത്തിൻ്റെ പ്രകടനമാണ്. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ അവിടെ നിഹാങ്ങിൻ്റെ ആളുകൾ വന്ന പോലെ, മുല്ലമാരി വന്നതുപോലെ വെള്ളമിട്ട പാതിരി സമൂഹം എത്തിയെന്ന് പറയുമ്പം ഇവരെല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഭാരതീയ ദേശീയതയ്ക്കും ഹൈന്ദവ സാംസ്കാരിക ദേശീയതയ്ക്കും
എതിരെയുള്ള ശക്തികളുടെ പരാജയത്തിന്റെ അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടിയാണ് ആ പാതിരിമാർ അവിടെ എത്തിയെന്ന് എനിക്ക് പറയാനുള്ളത്. സന്ദർഭവശാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഗ്രാംസ് നടത്തിയിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത്. അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എന്താ? അത് വിജയിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വിജയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള, അതായത് കിട്ടിയ അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു? അല്ല, ആ കാര്യത്തിൽ എനിക്ക് കൃത്യമായ അഭിപ്രായമുണ്ട്. അത് വേറൊന്നുമല്ല, അത് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരാണെങ്കിലും NSSന്റെ മതമേലധ്യക്ഷനാണെങ്കിലും SNDPയുടെ മതമേലധ്യക്ഷനാണെങ്കിലും ഇവരെയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് ആവർത്തിച്ച് പോകുന്ന പോക്കുണ്ടല്ലോ, ആ പോക്ക് തന്ത്രപരമായ പരാജയമാണ്, ധാർമ്മികമായ പരാജയമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ അവിടെ എടുത്തു പറയും, അത് വിജയിച്ചിട്ടില്ലെന്നുള്ളത് വ്യക്തം. അവിടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വക ആളുകളെ കാണാൻ വേണ്ടി പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ ന്യായമായ ഒരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നാൽ പരിഗണിക്കണം, അവരെ അന്തസ്സായിട്ട് പരിഗണിക്കുകയും ചെയ്യണം. അത് അങ്ങയുടെ ഈ ചോദ്യത്തിന് ഉത്തരം. ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇത് ദേശവിരുദ്ധ ശക്തികളുടെ വിജയമല്ല, അവരുടെ അന്ത്യകൂദാശയ്ക്കാണ് ഈ പറയുന്ന പാതിരിമാരും മറ്റും പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കണം. എല്ലാവരും പറയുന്നത് ഈ അദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ലഡാക്കുകാരൻ സോണം വാങ്ചുക്കിന്റെ നിരാഹാരം 18 ദിവസം ചിക്കൻ സൂപ്പുമൊക്കെ കഴിച്ചു നടത്തിയ നിരാഹാരം യഥാർത്ഥ നിരാഹാരമായിട്ട് മാറിയത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നിരാഹാരം ശരിയായിട്ടും ചെയ്യേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം നിർത്തിപ്പോകുന്നത്. അതൊരു കാര്യം. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ആ സോണം വാങ്ചുക്കിന്റെ നിരാഹാരം എല്ലാം കഴിഞ്ഞ ശേഷം ആണ് ഈ മന്ത്രിയുടെ രാജ്യം എന്നൊരു കാര്യം പറയുന്നുണ്ടല്ലോ. അത് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കേണ്ട ഒരു കാര്യമുണ്ട്. ജൂലൈ 20-ാം തീയതി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയ അന്ന് തന്നെ ഏതാണ്ട് 4-5 മണിക്കൂറോളം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധർമ്മേന്ദ്ര പ്രധാനും കൂടെ ചർച്ചയിൽ ഏർപ്പെട്ടതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം സംഘത്തിന്റെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സർസംഘചാലക് ഉൾപ്പെടെ, സർസംഘചാലക് നേരിട്ട് പങ്കെടുത്തിട്ടില്ലെന്നാണ്, എങ്കിലും സർസംഘചാലകിന് ശേഷമുള്ള 4ഓളം ഉന്നത അധികാരികൾ ഈ വക ചർച്ചകളിൽ കാര്യമായി പങ്കെടുത്തിരുന്നു എന്നാണ് ഉത്തരേന്ത്യൻ പത്രങ്ങളിൽ നിന്നുള്ള വാർത്തകളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉത്തർപ്രദേശിലും പഞ്ചാബിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനസ്വാധീനം വർദ്ധിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സമരരംഗത്തെ താൽക്കാലികമായ തന്ത്രപരമായ ഒരു താന്നുകൊടുക്കൽ ഞാൻ ആദ്യം പറഞ്ഞ ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഗുണം ചെയ്യുമെന്ന് കൃത്യമായ പ്രതീക്ഷ, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിഡ്രോവൽ എന്നും പറയാൻ പറ്റില്ല, ഒരു മൂവ് എന്നേ പറയാൻ പറ്റുള്ളൂ. വിഡ്രോവൽ ഒരു മാറിപ്പോക്ക്. അതായത് നമ്മൾ പോകുന്ന വഴിക്ക്, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പോകുന്ന വഴിക്ക് 3-4 തെരുവ് കുട്ടികളെ കടിക്കാൻ വേണ്ടി വരിക. ഞാൻ ആദ്യം ഒന്ന് ധൈര്യമൊക്കെ കാണിക്കും, കല്ലൊക്കെ എടുത്ത് കാണിക്കും. 4 എണ്ണം ഉണ്ട്. അതിനെ കടന്നു പോകുന്നതാണ് എൻ്റെ വലിയ ധീരത. പക്ഷെ പട്ടിയുടെ കടി കൊള്ളുന്നതിനെക്കാട്ടിലും എനിക്ക് ലക്ഷ്യത്തെത്തുന്നതല്ല പ്രധാനം. അപ്പൊ തൽക്കാലം ഒന്ന് പുറകോട്ട് മാറിയിട്ട് പട്ടിയെ ഒന്ന് ഭയപ്പെടുത്തി നിർത്തി, ഭയപ്പെടുത്തൽ പരമാവധിയാക്കി, ഇപ്പൊ കടിക്കും, ഇപ്പൊ ഞാൻ എറിയും, ഈ മുട്ടൊക്കെ ആയി കഴിയുമ്പോൾ ഞാൻ തന്ത്രപൂർവ്വം ഒന്ന് മാറിക്കൊടുത്തേക്കുക. അങ്ങനെ മാറിക്കൊടുത്ത് വേറെ വഴിക്കൂടെ കയറി ഈ പട്ടിക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിനും അപ്പുറം വളരെ മുമ്പ് കയറി കഴിയുമ്പോൾ ഞാനല്ല ജയിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു അവസാനം എത്തുമ്പോൾ ഒരു ചോദ്യം കൂടി അങ്ങയോട് ചോദിക്കുകയാണ്. ഞാനത് നേരത്തെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു തത്വമയിൽ തന്നെ. അതായത് ഈ സമരം നൽകുന്ന വേറൊരു പ്രധാന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മുമ്പോട്ട് വെക്കുന്ന, അതായത് എന്തെങ്കിലും ആവശ്യത്തിന് ഇനി നാളെ വേറൊരു സമരം ഉണ്ടായാൽ, അത് വിദ്യാർത്ഥികളോ കർഷകരുടെയും നമ്മൾ ഇത് തന്നെ കണ്ടതാണ്, കർഷകരോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമരങ്ങളെയൊക്കെ ഹൈജാക്ക് ചെയ്യാൻ ഭാരതത്തിനുള്ളിലും പുറത്തും പ്രവർത്തിക്കുന്ന ഭാരത വിരുദ്ധ ശക്തികൾ ഇങ്ങനെ
തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു സമരം ക്ലച്ച് പിടിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം ഈ ശക്തികളെല്ലാം കൂടി അവിടെ ലാൻഡ് ചെയ്യുകയും ഈ സമരത്തെ ഹൈജാക്ക് ചെയ്ത് ഇത് രാജ്യവിരുദ്ധവും സാംസ്കാരിക വിരുദ്ധവുമായ ഒരു സമരമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യും. ആ അപകടം വേണ്ടത്ര രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇനി എന്താണ് ചെയ്യേണ്ടത്? അവിടെ എനിക്ക് തോന്നുന്നത് ഓരോ ഇൻസിഡന്റ് കഴിയുമ്പോൾ വൈസറാവുക ചെയ്യാം. ഞാൻ ആദ്യം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ ഓവർ കഴിയുമ്പോഴും അതെ, ബാറ്റ്സ്മാൻ ആണെങ്കിലും ബൗളർ ആണെങ്കിലും വൈസറായിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങ് പറയുന്ന കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. പല കാര്യങ്ങളിലും അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടാവാം, ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടും ഉണ്ടാവാം. അതൊക്കെ ശരിയാണ് സങ്കല്പിക്കുമ്പോൾ തന്നെ രണ്ട് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒന്ന്, വൈസറായിട്ടുണ്ടാവും. രണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പോ നമ്മൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പോലും കണ്ടൊരു കാഴ്ച, ഇടയ്ക്കിടെ യുദ്ധം നിർത്തിയിട്ട് സമയം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് 2014 മോദി വന്ന ശേഷം 3 കൂട്ടര്, 1 പാകിസ്ഥാൻ, 2 അമേരിക്ക, 3 ചൈന, ഈ 3 കൂട്ടരോടും താല്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് ശക്തികള്, ഇസ്ലാമിക തീവ്രവാദികള്, ക്രിസ്ത്യൻ വർഗീയ, എല്ലാ ക്രിസ്ത്യാനികളല്ല പറയുന്നു, ക്രിസ്ത്യൻ വർഗീയ രാഷ്ട്രീയം, ഈ 3 കൂട്ടരും ഒന്നുപോലെ നിന്നുകൊണ്ട് ഇവര് പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങളെ പോലും തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് മോദിക്കെതിരെ പൊരുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയുടെ ഭാഗമായിട്ടും കൂടെയാണ് അങ്ങ് പറഞ്ഞതുപോലെ എന്നാ സമരം ഉണ്ടായാലും എല്ലാവരും കൂടി എത്തുന്നത്. അതെ, സെയിം ആൾക്കാര്, സെയിം ഫേസുകളാണ്. അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം വ്യക്തമായി കണ്ടു കഴിഞ്ഞ സാഹചര്യം നമ്മൾ പല പ്രാവശ്യം കണ്ടത്. അതായത് കർഷക സമരത്തില്, സമരത്തിനകത്ത്, ഇതുപോലെ ഇതിന്റെ പേരില്, പൗരത്വത്തിന്റെ പേരിലുള്ള സമരം, ഇവിടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പലരും ഒന്നിച്ചു കൂടുന്നു. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഓരോ സമരം കഴിയുമ്പോൾ ഒരു ടൈം ഗ്യാപ്പ് അവർക്ക് വേണമല്ലോ. അതെ, പണം മുടക്കുന്നതിനും പണം മൊബിലൈസ് ചെയ്യുന്നതിനും ടൈം വേണം. അത് തന്നെയല്ല, ഞങ്ങൾ ഇത്തവണ മുന്നോട്ട് കാണിച്ച ആള് അടുത്ത തവണത്തേക്ക് ഉപയോഗമാകുമെന്ന് നോക്കണം. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇതിനെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലായി. കേജ്രിവാളും ഉയർത്തി കാണിക്കാൻ കൊള്ളാവുന്ന ഒരാളല്ലെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് രാഹുലിന് ശേഷം ഇതിപ്പോ ഇയാൾക്ക് ശേഷം ആർക്കാ കേജ്രിവാളിനെ ഉയർത്തി കാണിക്കാൻ പറ്റില്ല എന്ന് കണ്ട അന്തരീക്ഷത്തിലാണ് പുതിയ CJP കൊണ്ടുവന്നത്. CJP കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം അങ്ങ് ഓർക്കണം, ഇതിനു മുമ്പത്തെ കാലത്ത് മുഴുവൻ ഈ കേജ്രിവാളിന്റെ സെക്കൻഡ് ലെഫ്റ്റനന്റ് വർക്ക് അല്ല, ഞാൻ പറയുന്നത് വേറെ, രാഘവ് ചഡ്ഡ ഗാങ് ഇപ്പം ഇപ്പുറത്താണ്, BJP-യോടൊപ്പമാണ്. സ്വാഭാവികമായിട്ടും അതുപോലെ അതേ സമയത്ത് തന്നെ നമ്മുടെ ആ സർദാർ ഉണ്ടല്ലോ, അയാളുടെ സപ്പോർട്ടൊക്കെ വന്നത് കണ്ടല്ലോ, കാര്യസാരി സപ്പോർട്ട്. അപ്പൊ രാഘവ ചഡ്ഡയും ഗാങ് കൂടി ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ദേശീയ പ്രതിരോധത്തിന്റെ ശക്തികൾ, ദേശീയതയുടെ ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രണ്ട് കാര്യം. ഒന്നാമത്, അടുത്ത അക്രമം എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണെങ്കിലും എൻ്റെ 1 വർഷത്തിന് ഇപ്പുറമായിട്ട് ഇനി അവരെ വീണ്ടും സംഘടിക്കാൻ സാധ്യതയില്ല. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കോൺട്രവേഴ്സി പലതും ഉണ്ടെങ്കിലും ആ കോൺട്രവേഴ്സിയിൽ യോജിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിന് തെറ്റില്ലെന്നുള്ള പക്ഷക്കാരാണ് ഞാനെങ്കിലും TG മോഹൻദാസ് അടുത്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞു. അതെ, മോദി ചെയ്തത് എന്താന്ന് പറഞ്ഞാല് വടംവലി 2 കൂട്ടരും ശക്തമായി അപ്പുറത്തുനിന്ന് വടം വലിക്കുക. അതിന്റെ ഏറ്റവും പീക്കിലെത്തി കഴിയുമ്പോഴത്തേക്ക് വേണേ പിടിച്ചാൽ ജയിക്കായിരുന്നു, പക്ഷെ അതിന് പോലും ശ്രമിക്കാതെ ഒന്ന് വിട്ടുകൊടുത്തേക്കാന്ന് വിചാരിക്കുക. ആ വിട്ടുകൊടുക്കലില് അപ്പുറത്ത് പിടിച്ചവര് മുഴുവൻ വീഴില്ലേ, ആ വീഴ്ചയാണ് ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നത്. വീണ പാറ്റ മുഴുവൻ മലന്നാണ് വീണിരിക്കുന്നത്. ആ മലന്ന വീണ പാറ്റയെ ഉയർത്തിയെടുക്കണമെങ്കിൽ പ്രയാസമാണ്. മലന്ന് വീണ പാറ്റയെ വേട്ടയാടാൻ പോലും ശ്രമിക്കേണ്ട ആവശ്യമില്ല, സ്വയം അത് തീർന്നുകൊള്ളും. അതുകൊണ്ട് പാറ്റ മാതിരിയുള്ള സമരം നാളെ ഭാരതത്തിൽ വെല്ലുവിളിയായി മാറുമെന്നുള്ള ഭയം, അത് ആ ഭയം വേണം, തീർച്ചയായിട്ടും മുൻകരുതലും വേണം. പക്ഷെ അത് ഒരു ഭയം യാഥാർത്ഥ്യമാവില്ല. ഭാരതം വികസിത ഭാരതത്തിലേക്ക് തന്നെ മുന്നോട്ട് നീങ്ങും. തീർച്ചയായിട്ടും
വളരെയധികം നന്ദി ശ്രീ കെ വി രാജശേഖരൻജി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ പുതിയതല്ല, പ്രതിസന്ധികളെ അതിജീവിക്കുന്നതും പുതിയതല്ല. അൾട്ടിമേറ്റ്ലി ഭാരതം എന്ന രാഷ്ട്രവും ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുമാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളത്. അങ്ങനെ തന്നെ ഈ രാജ്യം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അഷുറൻസോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നമസ്കാരം.